മിനിമം തൂക്കുകയറല്ലേ സാറേ. അതിൽ കുറച്ച് ഒരു ശിക്ഷക്കും അവർ അർഹരല്ല. പുറത്തു വിടാൻ പാടില്ല, അവരെ പുറത്തു വിടാൻ പാടില്ല, അതേ പറയാനുള്ളൂ. നല്ല ശിക്ഷണ കിട്ടണമെന്നാണ്. കാരണം മറ്റുള്ളവർക്ക് അതൊരു പാഠമാകണം. സ്നേഹത്തിൽ വിഷം കലരുമോ? വിഷം കൊടുത്ത് കൊല്ലാമോ? അതും വളരെ പ്രാണതുല്യം സ്നേഹിച്ച ഒരു പുരുഷൻ അവരെ ചെയ്ത കുറ്റ തെറ്റല്ലേ. മരണമൊഴിയിൽ പോലും രേഖപ്പെടുത്തിയില്ല ആ സ്ത്രീയുടെ പേര്. ഇതിനുള്ള ചെയ്തതിനുള്ള തീർച്ചയായിട്ടും കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണോ അത് എഴുതി കൊടുക്കുക കറക്റ്റായിട്ട്. ഷാരോൺ എന്ന യുവാവ് മരണപ്പെട്ടിരിക്കുകയാണ്, വിഷം കൊടുത്ത് കൊന്നിരിക്കുകയാണ്. നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ. എന്ത് ശിക്ഷാവധി ഗ്രീഷ്മയ്ക്ക് കൊടുക്കണം? Feel the freshness. Feel the softness. DQ 78 TFM Grade 1 soap. അതെ, എല്ലാ അമ്മമാർക്കും ഉണ്ടാവില്ലേ വിഷം മക്കൾ മരിച്ചു തൂക്കിക്കൊല്ലിഞ്ഞ് ഇനി പെണ്ണുങ്ങൾ ഇനി ആണുങ്ങൾ ഇതേപോലെ ഇനി ചെയ്യരുത് ഒരു പെണ്ണുങ്ങൾ. ഞങ്ങളൊക്കെ പഴയ തലമുറക്കാരാണ്. ഇപ്പോഴുള്ളതിനും ഞങ്ങൾ യോജിക്കുന്നില്ല. പണ്ടത്തെ രീതി തന്നെയാണ് എപ്പോഴും നല്ലതെന്നാണ്. നല്ല ശിക്ഷണ കിട്ടണമെന്നാണ്. കാരണം മറ്റുള്ളവർക്ക് അതൊരു പാഠമാകണം. ശരിക്കും തൂക്കിക്കൊല്ലുക തന്നെ വേണം. കാരണം മറ്റുള്ളവർക്ക് അതൊരു പാഠമാവണം. ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാർ പെൺപിള്ളേരെ കുറേ ഇതുപോലുള്ള പ്രായത്തിലുള്ള പിള്ളേരെ ചതിക്കുഴിയിലാക്കുന്നുണ്ട്. അതെല്ലാവർക്കും ഒരു പാഠമായ. അതേപോലെ തല്ലിക്കൊല്ലണം, ഞാൻ അതേ പറയുന്നുള്ളൂ. അവരെ ചെയ്ത കുറ്റ തെറ്റല്ലേ. അപ്പൊ പിന്നെ മറ്റുള്ളവരെ ചതിയാണ് ചെയ്തത്. എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത്? ചതിക്ക് ശിക്ഷ അവൾക്ക് അതേപോലെ ശിക്ഷ കൊടുക്കണം. തക്കതായ ശിക്ഷ കൊടുക്കണം. പുറത്തു വിടാൻ പാടില്ല, അവരെ പുറത്തു വിടാൻ പാടില്ല, അതേ പറയാനുള്ളൂ. അവളെ പുറത്തു വിടാൻ പാടില്ല, അതാണ് നമുക്ക് പറയാനുള്ളൂ. സ്നേഹത്തോടെ കൊടുക്കുമ്പോഴേ ആൾ മേടിച്ച് കുടിച്ചു, ചതി മനസ്സിലാക്കിയില്ല. കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാളും മരിച്ചാണ്. ചതി മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കിയെങ്കിൽ അത് കുടിക്കുമായിരുന്നോ? ഇല്ല, ചതിയാണ്. ചതിയോടെ ഇതാക്കിയാണ്. പുറത്തു വിടാൻ പാടില്ല. ഇനി ഒരു ആണിനെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരാളങ്ങനെ ചെയ്യാൻ പാടില്ല. തൂക്കുകയറാണ് ഏറ്റവും നല്ലത്, അതാണ് നല്ലത്. എനിക്ക് അതിനാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉള്ളത്. മിനിമം തൂക്കുകയറല്ലേ സാറേ. അതിൽ കുറച്ച് ഒരു ശിക്ഷക്കും അവർ അർഹരല്ല. അത് കണ്ടു നിൽക്കാൻ പോലും കഴിയാത്തത്ര ആ ഒരു രീതിയിലാണ്. ഈ കാര്യങ്ങളാണ് ഇത് ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഇതിനുള്ള ചെയ്തതിനുള്ള തീർച്ചയായിട്ടും കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണോ അത് എഴുതി കൊടുക്കുക കറക്റ്റായിട്ട്. നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ നൽകണം. സ്ത്രീകൾക്ക് അവർക്ക് അനുവദിച്ചിരിക്കുന്ന നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും ഇത്തരം ആളുകൾ ദുരുപയോഗം ചെയ്യപ്പെടേക്കാം, കിട്ടേക്കാം, ആനുകൂല്യം ലഭിച്ചേക്കാം എന്നുള്ളൊരു സാഹചര്യമാണ് ഇത്തരം സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഇത്തരം കൊലപാതകത്തിനെ പ്രേരിപ്പിക്കുന്നതെന്ന് കൂടി പറയാൻ ആഗ്രഹിക്കും. ഇപ്പൊ ആധുനിക കാലഘട്ടത്തില് ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ മാർഗങ്ങൾ, നൂതന മാർഗങ്ങൾ ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങളിൽ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ സിനിമകൾക്ക് പുറത്ത് അത്തരം സിനിമകൾ ഇത്തരം മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന ചില കാരണങ്ങളുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഇന്ത്യൻ സിനിമയിലും അത്രയും മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ സെൻസർ ബോർഡുകൾ അത് വളരെ കർശനമായി അത്തരം സെൻസർ ബോർഡുകൾ ഉപയോഗപ്പെടുത്തുന്നത് സിനിമകളിൽ മദ്യം ഉപയോഗിക്കുമ്പോഴും സ്മോക്കിംഗ് ഉപയോഗിക്കുമ്പോഴും അത് എഴുതി കാണിക്കാറുണ്ട്. ഇത്തരം ആക്ടിവിറ്റീസുകൾ സിനിമയിൽ ഉപയോഗപ്പെടുന്ന മാർഗങ്ങൾ, അതിനെതിരായ ഒരു പ്രചാരണ പരിപാടി സിനിമാ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അത് പുതിയ തലമുറയിൽ കുട്ടികൾക്ക് ഇത്തരം ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. കാര്യം ഇനി ഒരു തലമുറയിൽ ഈ ഒരു ഇത് ഉണ്ടാവരുത്. അങ്ങനത്തെ രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം. ഇനി അങ്ങനത്തെ ഒരു ഇത് പാടില്ല. വധശിക്ഷ ഇല്ലാത്തതുകൊണ്ട് മരണം വരെ ജയിലിൽ തന്നെ ഇടണമെന്നാണ്. എന്നുവെച്ചാൽ നാളെ ഒരു ഇതുപോലെ ഒരു ഉണ്ടാകാൻ പാടില്ല. കൂടുതലും ഈ മൊബൈലിൽ കൂടെയാണ്, ഈ ചാറ്റിങ്ങിൽ കൂടെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പിന്നെ കൂടുതലും മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസം കൂടിയോണ്ടും കുറെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് സ്വയം തിരിച്ചറിയല്, അത്രേ പ്രായപൂർത്തി അനുസരിച്ച് വിദ്യാഭ്യാസപരമായിട്ട് തിരുത്തി കൊണ്ടുവരാം. അത്രേ ഇതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ നിയമപരമായിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് ഇതിന് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്കൊന്നും അതിൽ ചെയ്യാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല. ബുദ്ധിപരമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ആദ്യം തന്നെ ചെയ്യുക. അത് കൂടാതെ ഫോണിൻ്റെ കാര്യങ്ങളിൽ കൂടി തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. അത് സ്വയം ഓരോരുത്തർ ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. കാരണം പെണ്ണുങ്ങളെ സംബന്ധിച്ച് പെട്ടെന്ന്
ദുർബലരാണ് അവർ പെട്ടെന്ന് ചതിയിൽ പെടും. എന്ന് വെച്ചാൽ നമ്മൾ ആണുങ്ങൾ കുറ്റക്കാരാണെന്നല്ല പറഞ്ഞത്, അത് മനുഷ്യന്റെ ദൗർബല്യമാണ്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് സ്വയം ഇതിനൊത്ത് നിയന്ത്രിക്കാനേ മാത്രമേ പറ്റുള്ളൂ. അത്ര ചെയ്യാനുള്ളൂ, പറയാനുള്ളൂ. Alcazar watches. Luxury you can wear.